ഏതായാലും മൂന്നാം മോഡി സർക്കാർ, NDA സർക്കാർ വലിയ തോതിലുള്ള പ്രതിസന്ധിയെ നേരിടും. BJPയും അതുപോലെ തന്നെ പ്രതിസന്ധിയുണ്ട്. കാരണം ഏകഛത്രാധിപതിയായി മോഡി വാണിരുന്ന മോഡിയുടെ എന്താ പറയുക, ആ കാരിസ്മാറ്റിക് ആയ ലീഡർഷിപ്പ് കൊണ്ടാണ് ഇന്ത്യ പിടിക്കുന്നത്. ഒരുപാട് യുവാക്കളെ മോഡി വലിയ ഭാവി കാണിച്ച് ഇന്ത്യയുടെ ദേശീയത കാണിച്ചൊക്കെ ആകർഷിക്കുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് നല്ല ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത്. കാരണം മോഡിക്ക് ഏറ്റവും അടുത്തുള്ള UP പോലും മോഡിയെ കൈവിട്ട പോലെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ BJPയിൽ ഇനി എന്ത് എന്ന ചോദ്യം അതിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നത്. 75 വയസ്സ് കഴിഞ്ഞാൽ ആളുകളെ ഒഴിവാക്കണം എന്ന് BJP നിയമം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ബാബു അദ്വാനി ഒരു അരുക്കാക്കിയത്. മുരളി മനോഹർ ജോഷിയെ കാണാതായി. എന്നാൽ 75 വയസ്സ് അടുത്ത വർഷമാവുന്ന മോഡി എന്തു ചെയ്യും എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ ആ ചോദ്യം ഉയർത്തിയിരുന്നു. അന്ന് പറഞ്ഞത് പാർട്ടി തീരുമാനിക്കുമെന്നാണ്. പാർട്ടിക്ക് എന്തും തീരുമാനിക്കാം, പക്ഷേ പാർട്ടിക്കകത്തുള്ള എല്ലാവരും ആ തീരുമാനത്തോട് കൂടി നിൽക്കുമോ എന്ന ചോദ്യമാണ് നിതിൻ ഗഡ്കരി മറ്റൊരു രീതിയിൽ ഉയർത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, BJPയുടെ കടുത്ത വർഗീയ രാഷ്ട്രീയത്തെ പറയാതെ പറഞ്ഞ് എതിർക്കുകയാണ് ഗഡ്കരി. വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, മതത്തിൻ്റെയൊക്കെ പേരിലുള്ള വിദ്വേഷം കൊണ്ട് രാജ്യം രക്ഷപ്പെടില്ല, രാജ്യത്തെ ജനങ്ങളെ, എല്ലാ മത ജാതി വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തണം എന്ന രൂപത്തിൽ BJPക്ക് ഒരിക്കലും സ്വീകാര്യമാവാത്ത അഭിപ്രായം ഗഡ്കരി പറഞ്ഞു. രണ്ടാമത്, പ്രതിപക്ഷത്ത് നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആരൊക്കെയോ ഗഡ്കരിയെ ബന്ധപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ആവാൻ തയ്യാറാവുകയാണെങ്കിൽ BJPയിൽ നിന്ന് പിളർപ്പുണ്ടാക്കി പോയി ഇന്ത്യ മുന്നണിയുടെ കൂടി പിന്തുണയോടെ ഭരിക്കാൻ പറ്റുകയാണെങ്കിൽ, കാരണം ഇന്ത്യ മുന്നണിക്ക് തന്നെ 220 സീറ്റുണ്ട്, ഒരു 50 BJPക്കാർ മാറിയാൽ, മന്ത്രിസഭ മാറിയാൽ ഈ ചന്ദ്രബാബു നായിഡുവും എല്ലാവരും പോരും എന്ന് പറഞ്ഞാൽ ഒരു 50 BJPക്കാർ MP-മാർ ഗഡ്കരിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇക്വേഷൻ തെറ്റും. അത് ഒരു വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വന്നിരുന്നു, പിന്നെ എന്ത് പറഞ്ഞു എന്ന് അദ്ദേഹം നമുക്കറിയില്ല. അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കണം. എന്തായാലും അത് പോട്ടെ. ഇത് രണ്ടാമത്തെ വെടിയാണ്. മൂന്നാമത്, അദ്ദേഹം ഈ പ്രധാനമന്ത്രി ആവുക എന്നത് ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവിന്റെയും ഒരു മോഹമായിരിക്കുമെന്ന കാര്യം തർക്കമില്ല. ഗഡ്കരി പ്രധാനമന്ത്രി ആയാൽ എന്ന് ചോദിച്ചാൽ, ഗഡ്കരി പ്രധാനമന്ത്രി ആവുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ പറയുന്ന അഭിപ്രായങ്ങളാണ് ഗഡ്കരിക്ക് ഉള്ളതെങ്കിൽ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് കൂടെ അധികകാലം ഗഡ്കരിക്ക് നിൽക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞ സത്യസന്ധമാണെങ്കിൽ, നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ നിലപാട്. ഒരുപക്ഷെ അതിലെ അധികാര തർക്കത്തിൽ മോഡിയെ മാറ്റി ഇനി ആര് വരണം ആലോചിക്കുമ്പോൾ അമിത്ഷായും യോഗിയും പോലെയുള്ള തനി വർഗീയവാദികൾ വരരുത് എന്ന അർത്ഥത്തിൽ ഒരു ചിന്ത വന്നാൽ ഒരുപക്ഷെ ഗഡ്കരിക്ക് ഒരു ചീട്ട് വീണേക്കാം. ഒരു കാര്യം നമ്മൾ മറക്കരുത്, നാഗ്പൂരുകാരനാണ് ഗഡ്കരി. RSSന്റെ ഹെഡ് ഓഫീസാണ് നാഗ്പൂർ. അപ്പൊ RSSുമായി ഗഡ്കരിക്ക് നല്ല ബന്ധമൊക്കെ ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഇനി അത് വെച്ച് RSSനെ ഉപയോഗിച്ച് മോഡിയെ മാറ്റി ഗഡ്കരി വരാൻ പോകുന്നതിന്റെ സൂചനകളാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും വന്നേക്കാം. ഇതൊന്നുമല്ല, ഗഡ്കരി സത്യസന്ധമായാണ് തന്റെ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത് BJP രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്താണ് എന്ന് സൂക്ഷ്മമായി പഠിക്കേണ്ടത്. കാരണം മോഡി നാളെ ഒഴിയാൻ തീരുമാനിച്ചാൽ ആര് എന്ന ചോദ്യത്തിന് ഞാനിവിടെ ഉണ്ട് എന്നാണ് ഗഡ്കരി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. RSSന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ഗഡ്കരി പ്രധാനമന്ത്രിയായി വരാം. അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം നല്ല ഒരു മന്ത്രിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ ഗഡ്കരിയെ കെട്ടിപ്പിടിക്കുകയും നിങ്ങളൊരു ഗംഭീരനാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വേണമെങ്കിൽ വരാം. അങ്ങനെയാണെങ്കിൽ ഗഡ്കരി BJPയുടെ പ്രധാനമന്ത്രിയാവാം. അല്ല, ഗഡ്കരി ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയായും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പൊ സൂചന കാണിക്കുന്നത്. BJP ഇതിന് മറുപടി അടിയന്തരമായി പറഞ്ഞേ പറ്റും.